ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു നാൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഭൂമിക്ക് ഒരു അവസാനം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ധാരണ അത് വളരെയധികം തെറ്റാണ്. നമ്മുടെ ഈ ഒരു സൂര്യൻ, അതിന് ചുറ്റും ചുറ്റുന്ന ഒരുപാട് ഗ്രഹങ്ങൾ, ഇതിനു പുറമെ മറ്റേതെങ്കിലും ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്നും വഴിതെറ്റി വരുന്ന പലയധികം കോമറ്റുകൾ, ഇതൊക്കെ എന്തോ ഒരു ഭാഗ്യത്തിന്റെ പേരിൽ നമ്മുടെ ഭൂമിയിൽ ഇടിക്കാതെ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആവുകയാണ്. എന്നാൽ എന്നും ഇതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ വരുന്നുണ്ട് ഒരു കോമറ്റ്, അവന് വഴിതെറ്റില്ല. അവൻ നേരെ വരുന്നത് ഭൂമിയിലേക്കാണ്. എങ്ങനെയാണോ നമ്മുടെ ഡൈനോസേഴ്സ് ഭൂമിയിൽ നിന്നും നശിച്ചില്ലാതായി പോയത്, ഒരു കോമറ്റ് കാരണല്ലേ, അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള മറ്റൊരു കോമറ്റാണിത്. എന്നാൽ ഇതിന്റെ ഇടയിൽ നിന്നും സർവൈവ് ചെയ്യാനായിട്ട്, രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന കുറച്ചധികം മനുഷ്യരുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ പോകുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ കഥാനായകനായിട്ടുള്ള ജോണിനെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ ജോൺ ഒരു ഒന്നാം തരം എഞ്ചിനീയർ ആണ്. വലിയ വലിയ ബിൽഡിങ്ങുകൾ, കൺസ്ട്രക്ഷൻ, ഇതെല്ലാം ചെയ്യാൻ അവന് നല്ല ടാലന്റും കഴിവുണ്ട്. അതുപോലെ തന്നെ ജോൺ ഇപ്പോൾ അവന്റെ ഫോണിലേക്ക് നോക്കുകയാണ്. ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇയാളുടെ ഫോണിന്റെ ഡിസ്പ്ലേ എപ്പോഴും ഭാര്യയുടെയും കുഞ്ഞിന്റെയും ആ ഒരു ഫോട്ടോ ആയിരിക്കും. പറഞ്ഞതുപോലെ തന്നെ ജോണിന്റെ ഫോണിൽ ഭാര്യയായിട്ടുള്ള അലിസൺ, അതുപോലെ തന്നെ മകനായിട്ടുള്ള നേതൻ, രണ്ടുപേരുടെ ആ ഒരു ഫോട്ടോ ആണത്. എന്തായാലും അന്നത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ജോൺ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ സമയത്ത് റേഡിയോയിലൂടെ ജോൺ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. നാസ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഒരുപാട് അകലിൽ നിന്നും ഒരു വലിയ കോമറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം വേഗത്തിലാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പൊ നാസയിലെ സയന്റിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ജോൺ വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള അലിസൺ അവിടെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളോട് ചോദിക്കുകയാണ്, എന്തായി നാളത്തെ പാർട്ടിയുടെ കാര്യം കൺഫേം ആണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അലിസൺ പറയണം, അതെന്തായാലും കൺഫേം ആണ്, നേതൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നേതൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ജോണിന് ആസ് യൂഷ്വൽ മകന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവൻ വരച്ച ചില ചിത്രങ്ങൾ നോക്കുന്നുണ്ട്. അതായത് കോമറ്റ്സ്, ആസ്ട്രോയിഡ്, ഇതൊക്കെ വന്ന് വീഴുന്നത് പോലെയുള്ള ചിത്രങ്ങളാണ്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചപ്പോ ടീച്ചർ പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. ഈ കോമറ്റ്സും ആസ്ട്രോയിഡും അപ്പൊ വേറെ വേറെയാണ് ചോദിക്കുമ്പോൾ അച്ഛാ അത് വേറെ വേറെയാണ്. എന്താണെന്നറിയോ, ഈ കോമറ്റ്സ് വെറും ഒരു ഗ്യാസ് പോലെയുള്ള ഒരു തീഗോളാണ്. അതുപോലെ തന്നെ അതിന് ഭയങ്കര വേഗതയായിരിക്കും. നമുക്കൊരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാനോ ഫോളോ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത്രത്തോളം പവർഫുൾ ആണ് ഈ കോമറ്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ജോണിന്റെ മകനായിട്ടുള്ള നേതിന് ഡയബറ്റീസിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ എടുത്തോണ്ടേയിരിക്കണം. അതുപോലെ അവനിപ്പോ ഭയങ്കര വിഷമത്തിലാണ്. കാരണം അവന്റെ അച്ഛനും അമ്മയും ജോണും അലിസനും കൂടെ ഡിവോഴ്സ് ആവാൻ വേണ്ടി പോവാണ്. അപ്പൊ ജോണ് വന്നിട്ട് പറയുന്നുണ്ട്, മോൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതിങ്ങനൊക്കെ ആയാലും അച്ഛനല്ലേ മോന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയണം. അതുപോലെ ടിവിയിലൊക്കെ വാർത്തകൾ വീണ്ടും കാണിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു ആസ്ട്രോയിഡ് അല്ല കോമറ്റ്, അതിന്റെ പേര് ക്ലർക്ക് എന്നാണ് നാസയിലെ സയന്റിസ്റ്റുകൾ പേര് വെച്ചിരിക്കുന്നത്. അത് മറ്റേതോ ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ആ ഒരു വേഗത കാരണം അതിനെ സയന്റിസ്റ്റുകൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഇത് പല കഷ്ണങ്ങളായിട്ട് ചിന്നി ചിതറിപ്പോയിരിക്കുകയാണ്. അതായത് നാസയിലെ സയന്റിസ്റ്റുകൾക്കൊക്കെ വല്ലാത്തൊരു ആശങ്ക അവരുടെ ആ ഒരു മനസ്സിലുണ്ട്. അങ്ങനെ രാത്രി നമ്മുടെ നേതനുണ്ടല്ലോ, അവൻ ഈ ആകാശം, നക്ഷത്രങ്ങൾ, സൂര്യൻ, അതിലെ കാഴ്ചകൾ, ഇതൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ പോളാർ സൈഡിൽ നിന്നും ഒരു പ്രത്യേകതരം ഒരു പ്രകൃതി പ്രതിഭാസം ഉണ്ടാവാറുണ്ട്, അറോറ. ഭയങ്കര ഭംഗിയാണ് അത് കാണാനായി. യഥാർത്ഥത്തിൽ അത് സംഭവിക്കാറുണ്ട്. എന്തായാലും നമ്മുടെ ചെറുക്കനുണ്ടല്ലോ നേതൻ ആ ഒരു കാഴ്ചയൊക്കെ ആകാശത്തേക്ക് നോക്കി അങ്ങനെ കാണുന്നുണ്ട്, ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ നേതൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു കോമറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നേതൻ ആ ഒരു ബൈനോക്കുലർ എല്ലാം വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാർത്തയിൽ വന്നിട്ട് സയന്റിസ്റ്റുകളും ബാക്കിയുള്ള ആ ഒരു ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് ആ ഒരു കോമറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് കറക്റ്റായിട്ട് എൻറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പല കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി. അതിന്റെ ആ ഒരു വേഗത കാരണം ഇതിന്റെ ആ ഒരു ഡയറക്ഷൻ ഏതൊക്കെ ഭാഗത്തേക്ക് വരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മുടെ ഭൂമിക്ക് ഇത് കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇവിടെ എത്തുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഡയറക്ഷൻ മാറിക്കോളും. ഇങ്ങനെ കേട്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആലിസൺ ജോണിനെ വിളിച്ചിട്ട് പറയാണ്, എന്തായാലും അവരൊക്കെ വരാനായി, ഇന്ന് പാർട്ടികളല്ലേ, നിങ്ങൾ പോയിട്ട് കുറച്ച് വൈൻസ്, അതുപോലെ തന്നെ ബ്രെഡ്, ഹോട്ട് ഡോഗ്സ് ഇതൊക്കെ മേടിച്ചിട്ട് പോകാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ജോണും അതുപോലെ തന്നെ നേതനും കൂടി നേരെ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. ഷോപ്പിലേക്ക് ചെന്നിട്ട് കടയിലേക്ക് പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് ഒരുപാട് ഹെലികോപ്റ്റേഴ്സ്, പ്ലെയിൻ, ഇതെല്ലാം ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോണും നേതനും ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു കോമറ്റിനെ കുറച്ചധികം വിസിബിൾ ആവുന്നുണ്ട് ഇവർക്ക്. അതായത് ഇവരുടെ കണ്ണുകൊണ്ട് തന്നെ അതിനെ നേരിട്ട് കാണാൻ പാകത്തിന്. പക്ഷെ ജോൺ ഇത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല, ഒരു സീരിയസ് ആയിട്ട് കാണുന്നില്ല. കാരണം സയന്റിസ്റ്റുകൾ പറഞ്ഞല്ലോ പ്രശ്നമൊന്നുമില്ല എന്ന്. അതുപോലെ തന്നെ അവൻ ഷോപ്പിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് അവന്റെ ഫോണിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ അവന്റെ പേര് ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു മെസ്സേജിൽ പറയുന്നത്, തെരഞ്ഞെടുത്ത ചില ആളുകൾ നിങ്ങൾ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന സ്ഥലത്തേക്ക് ഫാമിലിയും കൂട്ടി ഒരേ ഒരു ബാഗ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ വരിക, ഇറ്റ്സ് വെരി എമർജൻസി എന്ന് അവന്റെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരികയാണ്. അതുപോലെ തന്നെ അവന്റെ വീട്ടിലെ ടിവിയിലേക്കും ഇതേ മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട്. ആകെ ടെൻഷനായ ജോൺ വേഗം തന്നെ ഷോപ്പിന്റെ പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ഒരുപാട് മിലിറ്ററിയുടെ വാഹനങ്ങൾ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തിയിലായി പോകും. മാത്രമല്ല ഇപ്പൊ വീട്ടിലേക്ക് വന്ന സമയത്ത് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുടുംബക്കാരും അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ് ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. വേഗം തന്നെ ജോൺ ആലിസിനെ അടുക്കളയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്, എന്തോ വലിയൊരു പ്രശ്നം വരാനിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ആലിസിന് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവർ വാർത്തയിൽ വീണ്ടും കുറച്ച്
കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു വാർത്തകൾ കേൾക്കാൻ തുടങ്ങുകയാണ്. 1988 ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങായിട്ടുള്ള വലിയൊരു ആപത്താണ് ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്. അങ്ങനെ ലൈവായിട്ട് തന്നെ ആകാശത്ത് നിന്ന് ഒരു കോമറ്റിന്റെ വലിയൊരു കഷ്ണം ഭൂമിയിലേക്ക് വന്ന് വീഴുന്നത് ഇവരിങ്ങനെ കാണുന്നുണ്ട്. അത് കടലിൽ എവിടെയോ ചെന്നാണ് വീണത് ഇവരിങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇവർക്ക് എഫക്റ്റ് ആവുന്നേ ഇല്ല. ഓ, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് കരുതുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കാണ്. അതായത് ശബ്ദത്തിന് സഞ്ചരിച്ച് വരാനായിട്ട് കുറച്ച് സമയം വേണ്ടേ. അതുപോലെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പക്ഷികളൊക്കെ ആകെ പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പുറത്ത് നിൽക്കുന്ന ജോണ് വല്ലാത്തൊരു കാര്യത്തെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനിപ്പോ. ആ കോമറ്റ് വീണ സമയത്ത് ഒരു ഷോക്ക് വേവ് ഉണ്ടായിരുന്നു. ആ ഷോക്ക് വേവ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് ജോണിന്റെ മേത്ത് തട്ടുകയും ചെയ്തു. വല്ലാത്ത സ്പീഡിലുള്ള ഒരു കാറ്റായിരുന്നു അത്. പിന്നെ വാർത്തയിലേക്ക് നോക്കിയപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത്, ഇത് കടലിലല്ല ചെന്ന് വീണത്, ഫ്ലോറിഡയിലാണ്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എഫക്ട് അയർലൻഡ് വരെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല 1500 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന്റെ ആ ഒരു ഷോക്ക് വേവ് പടർന്നിട്ടുണ്ട്. മാത്രമല്ല പിന്നീട് ലോക്കൽ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ, ആ കാര്യങ്ങളൊക്കെ ഇവർ ഓൺലൈനായിട്ട് തന്നെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. അതായത് ആ ഒരു കോമറ്റ് വന്ന് വീണ സമയത്ത് ഫ്ലോറിഡയിലെ ആ ഒരു നഗരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് വിഷ്വൽസ്, ഇതെല്ലാം കണ്ട് ഇവർ ആകെ ഭയന്നിരിക്കുകയാണ്. മാത്രമല്ല ജോണിന്റെ ഫോണിലേക്ക് വീണ്ടും ആ ഒരു മെസ്സേജ് വരികയാണ്, ഒരു സെക്യൂരിറ്റി അലേർട്ട് പോലെ. അതുപോലെ ഇവരോട് ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ആ മെസ്സേജ് ഒന്നും എന്താ ഞങ്ങൾക്ക് വരാത്തതെന്ന് ഇപ്പൊ ജോണിന്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു മെസ്സേജ് ടിവിയിൽ ഡിസ്പ്ലേ ആവുകയാണ്. കറക്റ്റ് 9:45 ആകുമ്പോഴേക്കും ഒരു എയർഫോഴ്സ് ബേസിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ ലൊക്കേഷൻ, അതിന്റെ ആ ഒരു പേര് എല്ലാം ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നു. ജോർജിയയിലെ റോബിൻ എയർഫോഴ്സ് ബേസ്, അങ്ങോട്ടേക്കാണ് ഇനി ഇവർ പോകേണ്ടത്. പക്ഷേ ഒറ്റൊരു ബാഗ് മാത്രമേ ഇവർ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ജോണിന്റെ ഫോണിലേക്ക് ഒരു QR കോഡ് കൂടെ അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്താ നമ്മളുടെ ഫോണിലേക്കൊന്നും ഇത് വരാത്തത്, ഇനി ടിവിയിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടേതായ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ജോണും ആലിസനും ഒരു കാര്യം മറന്നില്ല, നേതന്റെ ഇൻസുലിന്റെ ആ ഒരു ബാഗ് എടുക്കാനായിട്ട്. അതില്ലാതെ അവന് സർവൈവ് ചെയ്യാനേ കഴിയില്ല. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ നേതൻ ചോദിക്കുന്നുണ്ട്, അല്ല നമുക്ക് അപ്പൂപ്പനെ കൂട്ടണ്ടേ? ഇപ്പൊ ജോണ് പറയാണ്, നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് അപ്പൂപ്പനെ വിളിക്കാന്ന്. എന്തായാലും പോകുന്ന സമയത്ത് വീണ്ടും ആ ഒരു വാർത്തകൾ കേൾക്കുകയാണ്. നേരത്തെ വീണ ഒരു കോമറ്റ് ഉണ്ടല്ലോ, അതിലൂടെ ആ ഒരു സിറ്റി മുഴുവൻ നശിച്ചു പോയി. സ്പോട്ടിൽ മരണപ്പെട്ടത് 4 ലക്ഷം ആൾക്കാരാണ്. പിന്നീട് അതിന്റെ ചുറ്റുമുള്ള നഗരങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ ആകെ കാണുന്നത് ആകാശം മുഴുവൻ ഒരു കരുത്തിരുണ്ട പുക മാത്രമാണ്. വല്ലാത്തൊരു ഡാർക്ക്നെസ്. എന്തായാലും വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ ജോൺ, ആലിസൺ, നേതൻ ഇവരുടെ ആ ഒരു വാഹനത്തിന്റെ അടുത്തേക്ക് അയൽവാസിയായിട്ടുള്ള ഒരാൾ വരികയാണ്. ഇയാൾ വന്നിട്ട് ജോണിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇത്രയും ദിവസം നമ്മൾ വാർത്തയിൽ കേട്ടതൊക്കെ വെറും നുണയായിരുന്നു. അതായത് അവർക്ക് നേരത്തെ അറിയായിരുന്നു ഇതുപോലെ വലിയൊരു അപകടം വരാനിരിക്കുന്നുണ്ടെന്ന്. നമ്മളീ കണ്ടതൊന്നുമല്ല, വേറെ വലിയൊരു കഷ്ണം വരുന്നുണ്ട്. അത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ കാര്യം പിന്നെ ആലോചിക്കാൻ കഴിയുന്നില്ല. ഇതുപോലെ തന്നെ ജോണ് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. അയാൾ പറഞ്ഞു, അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് ആ ഒരു വിവരം എന്താ വിളിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ പോവാൻ നിൽക്കുമ്പോൾ ഒരമ്മ തന്റെ കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അതിനെ കൂടെ കൊണ്ടുപോകുന്നു ചോദിക്കാൻ. ഇപ്പൊ ആലിസൺ ജോണിനെ നോക്കിയിട്ട് നമുക്കൊന്ന് കൊണ്ടുപോയാലെന്ന് ചോദിക്കുമ്പോൾ ജോണ് പറയണം, ഒരിക്കലും നടക്കില്ല, കാരണം നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റും, പക്ഷേ ഈ കുട്ടിയെ അപ്പൊ പുറത്ത് തന്നെ നിർത്തും. ഇത് വീണ്ടും ഒറ്റക്കാവുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് കൂട്ടാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഇവർ പിന്നീട് നേരെ ആ ഒരു എയർബേസിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് റേഡിയോയിലൂടെ വാർത്തകൾ ഇഷ്ടമാതിരി വരുന്നുണ്ട്. അതായത് ഈ കോമറ്റ്സിന്റെ പല കഷ്ണങ്ങൾ ചെതറി ഭൂമിയിലേക്ക് ഓരോ ബോംബ് പോലെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവർ പോകുന്ന സമയത്ത് ഈ ഓണത്തിനിടക്ക് പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ കുറേയധികം ക്രിമിനൽ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ കടയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തല്ലി പൊളിച്ചുകൊണ്ട് അവിടുന്ന് തോന്നിയതുപോലെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവാണ്. ഇതൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് എന്തിനാ? കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ എല്ലാം കൂടി ഇല്ലാതാവാൻ പോവുകയാണ്. അപ്പാണ് പിന്നെ ന്യൂസിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ചധികം സിറ്റിസൻസിനെ ഇതുപോലെ വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടറിലേക്ക് സർക്കാർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പിന്നെ ആ ഒരു ലൊക്കേഷൻ, അതായത് ആ ഒരു ഷെൽട്ടർ അതെവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സർക്കാരിന് മാത്രമേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തായാലും ജോൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോകുന്ന വഴിയിൽ ഭയങ്കര ട്രാഫിക്, എല്ലാവരും ഇതുപോലെ ഭയന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചെടുക്കുകയാണ്. ഒന്നും നോക്കിയില്ല, മറ്റൊരു ഡയറക്ഷനിലേക്ക് ഇടിച്ചു കയറ്റി അവൻ അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ചെറുക്കനുണ്ടല്ലോ നേതൻ, അവന്റെ ആ ഒരു കോട്ട് എടുത്തപ്പോൾ അതിന്റെ കീശയിൽ നിന്നും ആ ഒരു ഇൻസുലിൻ താഴേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു. അവനത് കണ്ടില്ല. പിന്നെ ആ ഒരു കോമറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് വളരെയധികം അകലേ നിന്നും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിച്ചെതറിയ കഷ്ണങ്ങൾ അത് ഭൂമിയിലേക്ക് പല തവണയായിട്ട് വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. 1000-ന് മേലെ കഷ്ണങ്ങൾ ഉണ്ടാവും. ഇത് ഈ ഓരോ കഷ്ണങ്ങളും വലിയൊരു ബോംബ് വീഴുന്നത് പോലെ ആയിരിക്കും. അതുപോലെ ഇത്രയും നേരം കണ്ടതോ വീണതോ ഒന്നുമല്ല. ഇതിന്റെ പ്രധാന ഭാഗം ഏകദേശം ഒരു 48 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് വന്ന് വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയില്ല. എന്തായാലും ഇതേ സമയത്ത് തന്നെ ജോൺ ഇപ്പൊ ഭാര്യയും കൂട്ടിയിട്ട് ആ ഒരു എയർബേസിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആ ഒരു കറണ്ട് ആണെങ്കിൽ പോയും വന്നോണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള പവർ കട്ട്. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന് ഗേറ്റിന്റെ അവിടെ ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു QR കോഡ് ജോൺ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്കൊരു റിസ്റ്റ് ബാൻഡ് കിട്ടുന്നുണ്ട്. ഇതാണ് ഇവരുടെ ID കാർഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് വേണം ഇതിന്റെ ഉള്ളിലേക്ക് പോകാനും ആ ഒരു പ്ലെയിനിലേക്ക് കയറാനൊക്കെ. എന്ന് ഉള്ളിലേക്ക് വന്ന സമയത്ത് ഇവരുടെ ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു. ഇതൊന്നും പറ്റില്ല, ആവശ്യമുള്ളത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ ബാഗിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുക്കുകയാണ്. ആദ്യം
തന്നെ എടുക്കുന്നത് നേതന്റെ ഇൻസുലിൻ ആണ്. എന്നാൽ അത് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് വീണുപോയി. മിക്കവാറും അത് ആ ഒരു കാറിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു പട്ടാളക്കാരുടെ പെർമിഷൻ ചോദിച്ചിട്ട് ജോൺ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്നോ, ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഈ ആലിസിനോടും നേതനോടും പറഞ്ഞുകൊണ്ട് നേരെ ജോൺ പുറത്തേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞു. അതുപോലെ തന്നെ ആലിസൺ ആകെ ടെൻഷനിലാണ്. ഭർത്താവ് വരില്ലേ, ഭർത്താവ് ഇല്ലാതെ പോവേണ്ടി വരുമോ? അപ്പൊ അവിടെയുള്ള പട്ടാളക്കാരോട് ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ദയവ് ചെയ്തിട്ട് ഒന്ന് ഡിലേ ചെയ്യാൻ പറ്റുമോ, ഒരു ഇച്ചിരി നേരം, കാരണം എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല, അവന് ഡയബറ്റീസ് ആണ്. ഇത് കേട്ടപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പട്ടാളക്കാരി പറയാണ്, നിങ്ങളുടെ മകന് ഡയബറ്റീസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല, നിങ്ങൾക്ക് എന്നല്ല നിങ്ങളുടെ മകന്, കാരണം പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ. ഇതേ സമയത്ത് തന്നെ ഈ ആലിസൺ പറയാണ്, ഇതൊരു സൂക്കടൊന്നുമല്ല, ഇതൊരു അവസ്ഥയല്ലേ, ഡയബറ്റീസ് അല്ലേ മാഡം, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾക്ക് അലോ ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്ത് ആലിസൺ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ കുടുംബത്തിന് ഈ വിഷയം വന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ആ ഒരു മിലിറ്ററിക്കാരി പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്റെ കുടുംബത്തിൽ ഒരാൾ പോലും സെലക്ട് ആയിട്ടില്ല, പിന്നെ ഞാനും ബാക്കിയുള്ള ഈ ഒരു പട്ടാളക്കാരും ആ ഒരു പ്ലെയിനിലേക്ക് കയറാനും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്ത് അതിന് പെർമിഷനുള്ള ആൾക്കാരെ അതിലേക്ക് കയറ്റി വിടുക മാത്രമേ ഉള്ളൂ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി. അതുകൊണ്ട് ഒരു രീതിയിലും ഇവിടെ ഇമോഷന് സ്ഥാനമില്ല എന്ന് തന്നെ ആ ഒരു പട്ടാളക്കാരി തുറന്നടിച്ച് പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തെ പട്ടാളക്കാർ ഒന്ന് വിളിച്ചു ചോദിക്കുക, എന്റെ ഹസ്ബൻഡ് വരാനായോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ അതിനൊന്നും തുടക്കത്തിൽ ഇവർ സമ്മതം കൊടുക്കുന്നില്ല. അവസാനം നമ്മുടെ ഈ ഒരു ആലിസന്റെ നിർബന്ധം കാരണം ഇവര് പെർമിഷൻ കൊടുക്കുകയാണ്. പുറത്തേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ജോണിന് കണക്ട് ആവുന്നില്ലേ. അതുപോലെ തന്നെ ആലിസനോട് പറയണത്, നിങ്ങൾ വെറുതെ മെനക്കെടുത്താതെ പോയിക്കുക, ഒരുപാട് ജോലി എനിക്ക് ബാക്കിയുണ്ട്. ഇതുപോലെ തന്നെ ആലിസൺ ചോദിക്കുന്നുണ്ട്, എന്നൊരു കാര്യം പറയോ, ഇവിടെ ഒരുപാട് യാത്രക്കാരും ഒരുപാട് ഫ്ലൈറ്റുകളും ഇല്ലേ, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇപ്പൊ ആ പട്ടാളക്കാരി പറയാണ്, അതൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഇതെല്ലാം പോകുന്നത് പല ദിശയിലേക്കാണ്, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട്, നിങ്ങളൊന്ന് മാറി നിന്നേന്ന് പറയണം. ഇതേ സമയത്തിന് ജോൺ ആ ഒരു മരുന്നുമായിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവനിപ്പോ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒന്നും കാണാൻ പറ്റിയില്ല, കാരണം ഭയങ്കര റഷ് ആയിരുന്നു. ഏതോ ഒരു ഫ്ലൈറ്റിലേക്ക് അവൻ കയറുന്നുണ്ട്. എന്നാൽ ആ കയറിയ സമയത്ത് അവന്റെ അടുത്തുണ്ടായിരുന്ന ആള് ചോദിക്കുകയാണ്, അല്ല നിന്റെ കയ്യിൽ എന്താണ്? അതൊരു മെഡിസിൻ അല്ലേ? മെഡിസിൻ അല്ല, ഇതൊരു ഇഞ്ചക്ഷൻ ആണ്, ഒരു ഇൻസുലിൻ ഇഞ്ചക്ഷൻ. എന്റെ മകന് ഡയബറ്റീസ് ഉണ്ട്, അവൻ ഈ ഒരു മരുന്ന് എപ്പോഴും കുത്തിവെച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോ അയാൾ ചോദിക്കുകയാണ്, എന്റെ പെങ്ങളുടെ മകനും ഇതേ പ്രശ്നം തന്നെയായിരുന്നു, പക്ഷെ അവൻ ഉള്ളിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടിയില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ഈ പെർമിഷൻ കിട്ടിയത്? ഇപ്പൊ പെട്ടെന്ന് തന്നെ ജോൺ ഒരു കാര്യം മനസ്സിലായി, അതായത് അവന്റെ മകനും ഇൻസുലിന്റെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്. അത് പട്ടാളക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്റെ ഭാര്യയായിട്ടുള്ള ആലിസിനെയും അതുപോലെ തന്നെ നേതനെയും അവർ തടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം ഇറങ്ങണമെന്ന് ഈ ജോൺ വാശി പിടിക്കുകയാണ്. അങ്ങനെ അവന്റെ വാശിയുടെ ഒടുവിൽ ആ ബാക്ക് ഡോർ തുറന്നു കൊടുത്ത് അതിലൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്ന് ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെ കാട്ടി മറിച്ചിട്ടുകൊണ്ട് ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് കൂടിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്ലെയിനിൽ ഫ്യൂല് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ വരുന്ന കൂട്ടത്തിൽ ഒരുത്തൻ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്തായാലും ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫ്യൂല് ഫില്ല് ചെയ്യുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, അത് താഴേക്ക് വീഴാണ്. ഒരുപാട് പെട്രോൾ അവിടെ മുഴുവനായിട്ട് പരക്കുന്നുണ്ട്. എന്തായാലും ജോൺ ഇപ്പോ വാതിൽ തുറന്നോ എന്ന് പറഞ്ഞത് വളരെയധികം നന്നായി. കാരണം എന്താ, ഈ പെട്രോൾ എന്തായാലും ഇവിടെ സ്പ്രെഡ് ആവും, അധികം വൈകാതെ ഇതിന് തീ പിടിക്കാൻ പോവാണ്. ഈ കാര്യം മനസ്സിലാക്കിയ ജോൺ എല്ലാവരോടും പറയുന്നുണ്ട്, അതിവേഗത്തിൽ നിങ്ങൾ ഈ ഒരു ഫ്ലൈറ്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കുമെന്ന്. പരമാവധി പറ്റുന്ന ആൾക്കാരൊക്കെ ഓടി, നമ്മുടെ ജോൺ ഓടി. എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. അതുപോലെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവാണ്, ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് നേരെ ക്യാമ്പിലേക്ക് തിരിച്ചു പോവാണ്. ജോൺ ഇപ്പോൾ അവിടെ നേരത്തെ കണ്ട പട്ടാളക്കാരനോട് എന്റെ ഭാര്യ അവിടെ, എന്റെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ്, അവരെ റിജക്ട് ചെയ്തു, അവർക്ക് സെലക്ഷൻ കിട്ടിയില്ല, നിന്റെ മകനെ അവർ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ. ടെൻഷൻ വീണ്ടും കൂടി. ജോൺ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്ത് ആലിസൺ അതുപോലെ നേതൻ രണ്ടുപേരും കാറിൽ വന്ന് തപ്പി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇൻസുലിൻ ഉണ്ടായിരുന്നില്ല. ജോൺ വന്ന് അതെടുത്ത് കൊണ്ടുപോയി എന്നുള്ളത് ഇവർക്കറിയില്ലല്ലോ. ജോണിന് എന്താ സംഭവിച്ചത് എന്ന് പോലും ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. എന്തായാലും ജോണിന് വേണ്ടിയിട്ട് എന്തോ ഒരു നോട്ട് അവൾ അവിടെ വിട്ടിട്ട് പോയിട്ടുണ്ട്. അതുപോലെ അപ്പൂപ്പന്റെ അടുത്തേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരെ അപ്പൂപ്പന്റെ അടുത്തേക്കാണ് പോകുന്നത് മോനെ എന്ന് ആലിസൺ ഇപ്പോൾ നേതനോട് പറയണം. ഇപ്പൊ ആ ഒരു റോഡിലേക്ക് വന്ന് ജോൺ നോക്കുമ്പോൾ അവന്റെ ആ ഒരു കാർ അവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഓടി വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവന് വേണ്ടി ഒരു കത്തിലയിൽ ഒരു നോട്ട് അവിടെ ആര് എഴുതി വെച്ചിട്ടുണ്ട്, ആലിസൺ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആലിസൺ അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ ആലിസൺ മകനായിട്ടുള്ള നേതനുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഇൻസുലിൻ. അത് കിട്ടിയേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. ആ ഷോപ്പിലേക്ക് ഇവർ രണ്ടുപേരും നേതനും ആലിസനും കൂടെ കയറി ചെന്ന് മരുന്ന് തപ്പുന്നതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഇതിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാരണവുമില്ലാതെ കക്കാൻ വേണ്ടി വന്ന ടീംസ് തന്നെ. ആളുകളെ കാണുമ്പോൾ വെറുതെ അങ്ങോട്ട് കൊന്നു കളയുക. അവിടെ തന്നെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു, അവരെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. ഇത് കണ്ട് ആകെ പേടിച്ചു പോയ നമ്മുടെ ആലിസനും നേതനും രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പയ്യൻ ഇത് കാണുകയാണ്. പക്ഷെ അവരൊന്നും ചെയ്തില്ല കേട്ടോ. അവനൊരു ഇച്ചിരി മനസാക്ഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർ കാണാതെ നമ്മുടെ ആലിസനെയും നേതനെയും അവർ മറ്റൊരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. അതായത് ഈ ഒരു പയ്യനെ. എന്തായാലും സുരക്ഷിതമായിട്ട് രണ്ടുപേരും പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു കാർ കാണുകയാണ്. ലിഫ്റ്റ് ചോദിച്ചപ്പോൾ അവരെ ലിഫ്റ്റ് കൊടുത്തു. രണ്ട് കപ്പിൾസ് ആയിരുന്നു അത്. അതായത് ഒരു ഭാര്യയും ഭർത്താവും. എന്തായാലും വാഹനത്തിൽ കയറി ഉടനെ തന്നെ അവൾ ചോദിക്കുന്നത്, നിങ്ങൾ നോർത്ത് സൈഡിലേക്കാണോ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും അവർ ആ ഒരു നോർത്ത് സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അവിടെയാണല്ലോ എയർബേസ് ഉള്ളത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ നേതന് മരുന്ന് കൊടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആലിസിന് കിട്ടിയ ആ ഒരു മരുന്ന് അവന് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആ ഒരു കപ്പിൾസ്, ആ ഭാര്യ നമ്മുടെ നേതന്റെ കയ്യിൽ ആ ഒരു ബാൻഡേജ് കാണുന്നത്. അതിനർത്ഥം ഇവർക്ക് എയർബേസിലേക്ക് പോകാനും അവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ട് ആ ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാനുള്ള ആ ഒരു പെർമിഷൻ കിട്ടിയെന്നാണ്. എന്നിട്ടും നിങ്ങൾ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ആലിസൺ പറയാണ്, എന്റെ മകന് ഡയബറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ സമ്മതിച്ചില്ല അതിലേക്ക് കയറാനായിട്ട്. എന്റെ ഭർത്താവ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. സോ എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് എത്തണം. എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് തന്നെ ഇവർ തീരുമാനിക്കുകയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത്
ശരിക്കും എന്താ സംഭവിക്കുന്നത്, ജോണ് ശരിക്കും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഇവരെ തേടിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ്റെ അടുത്തേക്ക് പോകുമെന്ന്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുമെന്ന് പരമാവധി അവൻ കൈ നീട്ടി നോക്കുന്നുണ്ട്, ഒന്നും നിർത്തുന്നില്ല. അതുപോലെ തന്നെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കോമറ്റിന്റെ ആ ഒരു ചെറിയ ചെറിയ പീസുകൾ ഭൂമിയിലേക്ക് വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് യൂറോപ്പിൽ ഒരുപാട് ബോംബുകൾ തുരുതുരാന്ന് പറഞ്ഞിട്ട് ഓരോ ഗ്രാമത്തിലും വന്ന് വീഴുന്നുണ്ടായിരുന്നില്ലേ? അതുപോലെ ലോകം മുഴുവൻ ഒരു ലോക മഹായുദ്ധം വന്നാൽ എങ്ങനെയായിരിക്കും? അതുപോലെ കോമറ്റിന്റെ ഓരോ പീസുകളും വീഴുമ്പോൾ അവിടെ ഒരു ബോംബ് പൊട്ടുന്നത് പോലെ തന്നെ ആവുകയാണ്. അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണ്ടല്ലോ, പരക്കം പായാണ് എങ്ങോട്ടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ജോൺ അവന്റെ ആ ഒരു ഫോണിലേക്ക് നോക്കുമ്പോൾ ഫോണിലൊന്നും റേഞ്ച് ഇല്ലായിരുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിപ്പോൾ ഇച്ചിരി സിഗ്നൽ കിട്ടി. മാത്രമല്ല പെട്ടെന്ന് തന്നെ അലിസിനെ വിളിച്ച് സംസാരിക്കാൻ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ജോൺ പറയുന്നതെന്ന്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഇവർക്ക് എന്തായാലും മനസ്സിലായി ഭൂമി നശിക്കാൻ പോവാണ്, നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇവരത് നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ജോണിനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവനൊരു ട്രക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ നമ്മുടെ ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡ് നോക്കുകയാണ്. അല്ല, നിനക്ക് ഇതുപോലെ ബാൻഡേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഫ്ലൈറ്റിൽ പോകാനുള്ള പെർമിഷൻ കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം, പിന്നെന്താ പോവാത്തെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ജോണ് ഈ ഒരു ചെറുക്കനോട് പറയാണ്. അതുപോലെ തന്നെ അവനും ഇതുപോലെ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവനല്ല, അവന്റെ അമ്മയ്ക്ക്. കാരണം എന്താണ്, അവന്റെ അമ്മ ഒരു ഡോക്ടർ ആയിരുന്നു. പിന്നെ എന്താ നിനക്ക് ആ ഒരു ബാൻഡേജ് ഇല്ലാത്തതെന്ന് ജോണ് ചോദിക്കുമ്പോൾ ഈ ഒരു പയ്യൻ പറയാണ്, ഞാൻ എന്റെ അമ്മയുമായിട്ട് ഭയങ്കര വഴക്കാണ്, 7 വർഷമായി ഞാൻ അവരോട് സംസാരിച്ചിട്ട്. ഈ ഒരു കാര്യം ഞാൻ അറിയുന്നത് തന്നെ എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ്. അതുപോലെ ജോൺ ഇപ്പോൾ അവന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറുക്കനോട് പറയുന്ന സമയത്ത് ഈ ചെറുക്കൻ പറയാണ്, നിങ്ങൾ ഞാൻ പറയുന്ന ആ ഒരു കാര്യം ശരിക്കും ഒന്ന് കേൾക്കുക. ഈ ഒരു ട്രക്കിന്റെ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും കുറേയധികം പൈലറ്റ്സ്മാരെ അറിയാം. അതായത് ഇവർ ഇവിടെ നിന്നും ഇല്ലീഗലായിട്ട്, അതായത് ഗവൺമെന്റിന്റെ അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ആൾക്കാരെ, അതായത് ഈ നോർത്ത് സൈഡിലേക്ക് എത്തുന്ന കുറച്ച് ആൾക്കാരെ സേഫ് ആയിട്ടുള്ള ഷെൽട്ടറിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറ്റിയെങ്കിൽ ഇവരുടെ കൂടെ എങ്ങനെയെങ്കിലും ആ ഒരു നോർത്ത് സൈഡിലേക്ക് ഒന്ന് പോകാൻ ശ്രമിക്കും. പക്ഷേ അതേതാണ് ആ ഒരു ഷെൽട്ടർ, അതെവിടെയാണ് അതിന്റെ ഒരു ലൊക്കേഷൻ, ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ ഈ ഒരു ചെറുക്കൻ പറയാണ്, അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഗ്രീൻലാൻഡിലാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജോണ് പറയുന്ന ഒരു കാര്യം ചെയ്ത് നീ പോയിക്കോ, പക്ഷെ എന്റെ ഭാര്യയും മകനും ഇല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് അവരെ കണ്ടുപിടിക്കണം. അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അത് ഏതാ സ്ഥലം നീ ചെറുക്കൻ ചോദിച്ചപ്പോൾ ജോണ് പറഞ്ഞു കൊടുക്കാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ടേക്ക് പോ, അവരെ കൂട്ട്. ഏകദേശം അതിന്റെ ആ ഒരു പരിസരത്ത് നിന്ന് തന്നെയാണ് ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ പോകുന്നത്. അതായത് ഇതുപോലെ സെലക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരെയും കൂട്ടി ഗ്രീൻലാൻഡിലേക്ക് പോകുന്ന ആ ഒരു പൈലറ്റുമാര്. എന്തായാലും നീ അങ്ങോട്ടേക്ക് വരണമെന്ന് ജോണിനോട് ഈ ഒരു ചെറുക്കൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലിസന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾക്ക് ചെറിയൊരു പണി കിട്ടുകയാണ്. അതെന്താ വെച്ചാൽ നേതന്റെ കയ്യിൽ ആ ഒരു ബാൻഡേജ് ഉണ്ടല്ലോ, അതിനർത്ഥം അതുണ്ടെങ്കിൽ ആ ഒരു മിലിറ്ററി ബേസിലേക്ക് കയറാമെന്നാണ്. ഇപ്പോൾ ഇയാൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർ നിർത്തുകയാണ്. എന്നിട്ട് പതിയെ പുറത്തേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ ആലിസിനോടും പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. അവൾ ഇറങ്ങിയില്ല, കാരണം എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഇറങ്ങാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ ഈ മനുഷ്യനുണ്ടല്ലോ അവളുടെ കൈയും കാലും പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് അവൾ നോക്കിയിട്ട് കാര്യം പറയുന്നുണ്ട്, നിന്റെ മകനെ ഞങ്ങൾ നോക്കിക്കോളാം, എന്തായാലും അവന്റെ കയ്യിൽ ആ ഒരു ബാൻഡേജ് വെച്ച് ഞങ്ങൾക്ക് രക്ഷപ്പെടണം, നീ പേടിക്കേണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം. ഇതും പറഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും അവരുടെ ആ ഒരു സേഫ്റ്റി നോക്കുകയാണ്. നമ്മുടെ ഈ ഒരു നേതനുമായിട്ട് ഇവർ ഇവിടെ നിന്ന് പോവാണ്. ഒരുപാട് നേരം ആലിസൻ അതിലൂടെ പോയി ഒരുപാട് വാഹനങ്ങൾക്ക് കൈ കാണിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും നിർത്തുന്നില്ല. ഇതേ നേരം തന്നെ ജോണ് ഇപ്പൊ ആ ഒരു ട്രക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതേ ആവശ്യം തന്നെ ആ ട്രക്കിലുണ്ടായിരുന്ന മറ്റു ചിലർക്ക് ഉണ്ടായിരുന്നു. അതായത് ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡേജ്. ഇതെങ്ങനെയാണ് നിനക്ക് കിട്ടിയത്, നിനക്ക് അതിന്റെ അർഹതയുണ്ടോ എന്നൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ ഞാനൊരു എഞ്ചിനീയർ ആണ്, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്, എന്നാ പിന്നെ അത് നീ ഇടണ്ട, അത് ഞങ്ങൾക്ക് തന്നേക്കെന്ന് പറയുമ്പോൾ ജോണ് പറയാണ്, അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട, കാരണം ഇതിൽ എന്റെ പേരുണ്ട്, അഡ്രസ് ഉണ്ട്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിന്റെ ID കാർഡ് ബാക്കിയുള്ള പ്രൂഫ് എല്ലാം കൂടെ ഞങ്ങൾക്ക് കൊണ്ടാ. ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒന്തും തള്ളുണ്ടാവുകയാണ്. എന്തായാലും ഇതിനുശേഷം നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ വണ്ടിയുടെ കൺട്രോൾ പോവാണ്, വണ്ടി തലകുത്തി മറിഞ്ഞ് വീഴുന്നുണ്ട്. അതിനിടയിൽ എല്ലാവരും താഴേക്ക് വീഴാണ്, ചിലർക്കൊക്കെ നന്നായിട്ട് പരിക്ക് പറ്റി. മാത്രമല്ല ജോണിനോട് ഫൈറ്റ് ചെയ്യാൻ വന്ന ആൾ വീണ്ടും എഴുന്നേറ്റിട്ട് വരികയാണ്. ജോണും വെറുതെ ഇരുന്നില്ല കേട്ടോ, പരമാവധി ഇയാൾക്കെതിരെ പോരാടുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ചുറ്റിക വെച്ച് ഇവന്റെ മണ്ടക്കിട്ട് തന്നെ ഒന്ന് കൊടുക്കുകയാണ്. ആ ചുറ്റിക തലയിൽ കയറി സ്പോട്ടിൽ തന്നെ അവൻ മരണപ്പെടുന്നുണ്ട്. അതുപോലെ ജോണ് നോക്കുമ്പോൾ അവന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ പാവവും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആലിസൺ അവള് നോക്കുകയാണെങ്കിൽ പല വണ്ടികളും കിട്ടുമെന്ന് നോക്കി ലിഫ്റ്റ് അടിക്കാൻ നോക്കിയിട്ട് ഒരാൾ പോലും നിർത്തുന്നില്ല. അതുപോലെ അവൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കോമറ്റ്സിന്റെ ഒരുപാട് പീസുകൾ ഭൂമിയിലേക്ക് വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അവസാനം ആലിസന് ഒരു ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. അവരും പോകുന്നത് എയർബേസിലേക്ക് തന്നെയായിരുന്നു. എല്ലാവരും ഇതുപോലെ എയർബേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അവസരം അതിന്റെ ഉള്ളിലേക്ക് പോകാൻ കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ. മാത്രമല്ല നമ്മുടെ ആലിസന്റെ മകനുണ്ടല്ലോ, നേതനുമായിട്ട് ആ ഒരു കപ്പിൾസ് പോകുന്നുണ്ടല്ലോ, അതിൽ ആ ഒരു ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ അവരോട് പറയണം നിന്റെ അച്ഛനും അമ്മയും ഞാനാണ്, അല്ല ഞങ്ങളാണ്. സോ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് 3 പേർക്കും രക്ഷപ്പെടാം. അങ്ങനെ ആ ഒരു എയർബേസിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. പട്ടാളക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ബാൻഡേജ് കാണിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റ്, പ്ലീസ് ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതാ വൈകിപ്പോയത്, ഇവൻ ഞങ്ങളുടെ മകനാണ്, സത്യമായിട്ട് ഞങ്ങളുടെ മകനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നേതൻ പറയാണ്, അല്ല ഇവരെന്നെ നുണ പറയാണ്, എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഇവരത് തട്ടിപ്പറിച്ച് മേടിച്ചതാണ്, എന്റെ ആരും അല്ല ഇവര്. എന്തായാലും പിന്നീട് അത് സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് പട്ടാൾക്കാർക്ക് കാര്യം മനസ്സിലായി, എന്തായാലും ഇവര് നുണ പറയാണെന്ന്. അവിടെ വെച്ച് പണിഷ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, പകരം ഇവരെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. എന്ന ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നേതന്റെ ആ ഒരു ബാൻഡേജും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവനെ റിജക്ട് ചെയ്തതാണ്. എന്തായാലും കുട്ടിയല്ലേ, പുറത്തേക്ക് വിടാതെ അവൻ അവിടെ ഉണ്ടായിരുന്ന
ഒരു ക്യാമ്പിലേക്ക് അയക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആലിസൺ ഈ ഒരു ക്യാമ്പിലേക്ക് എത്തുകയാണ്. മകന്റെ കാര്യങ്ങളൊക്കെ പട്ടാളക്കാരോട് പറയുന്നുണ്ട്. ഇപ്പൊ പട്ടാളക്കാർ പറയാണ് കുട്ടി ഒറ്റയ്ക്കാ വന്നെങ്കിൽ ഇതുപോലെ പ്രശ്നത്തിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല, കുറച്ചപ്പുറത്തായിട്ട് ഒരു ക്യാമ്പ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്ക്. സോ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ആലിസൺ ആ ഒരു ക്യാമ്പിലേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ കുറെ കുട്ടികളുള്ള പലതരം ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിലേക്ക് ആലിസൺ കയറി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മുടെ നേതൻ ഉണ്ടായിരുന്നു. അവൾ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഇൻസുലിന്റെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒക്കെ നോർമലാണ്. ഇതേ സമയത്ത് തന്നെ ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവര് പറയാണ് മോനിക്ക് ഡയബറ്റീസ് ഉണ്ടല്ലേ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, മരുന്ന് ഒരു 2 വട്ടം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ ആലിസൺ പറയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. ഓക്കെ പോവാണെങ്കിൽ പോയിക്കോ, നിങ്ങളൊരു ഫോമിൽ സൈൻ ചെയ്ത് തരണം. എങ്ങോട്ടേ പോകുന്ന ചോദിച്ചപ്പോൾ അവളുടെ അച്ഛന്റെ വീട്ടിലുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ നേഴ്സ് പറയാണ് അങ്ങോട്ടേക്ക് ഒരു ബസ് പോകുന്നുണ്ട്, നിങ്ങൾ അതിൽ പോയിക്കോ. അത് മാത്രമല്ല ഒരാഴ്ചത്തേക്കുള്ള മരുന്നും ഈ ഒരു നേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേഴ്സ് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ തരണം എന്നുണ്ട്, പക്ഷേ ഇത്രയും മരുന്ന് ഞങ്ങളുടെ കയ്യിലുള്ളൂ. എന്തായാലും ആ ഒരു നേഴ്സിനോട് ഒരുപാട് സ്നേഹം നമ്മുടെ ആലിസിന് തോന്നുകയാണ്. അവരെ കെട്ടിപ്പിടിച്ച് ഒരു നന്ദിയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആ ഒരു ബസ്സിൽ കയറിയിട്ട് അവൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. അതായത് അവളുടെ അച്ഛന്റെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്, അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ബസ്സാണിത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോൺ നോക്കുമ്പോൾ ആ ഒരു കോമറ്റ് അത് അതിഭീകരമായ രീതിയിൽ നല്ല വലുപ്പത്തിൽ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കിലോമീറ്റർ അപ്പുറയാണെങ്കിലും അത് അതിവേഗത്തിൽ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ വല്ലാത്ത ദാഹം തോന്നിയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വാർത്തയിൽ ഒരു കാര്യം കാണിക്കുകയാണ്. ആ ഒരു കോമറ്റ് അതിന്റെ ആ ഒരു സൈസ്, അതിന്റെ ആ ഒരു ഡിസ്ട്രക്ഷൻ പവർ, അത് വന്ന് വീണാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ വാർത്തയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ജോണിന്റെ കൈയും കാലും വരക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പല ഭാഗത്തും തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതെല്ലാം അണയ്ക്കാനായിട്ട് ഫയർഫോഴ്സ് ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ന്യൂസിലൂടെ ജോൺ കാണുന്നുണ്ട്. എന്തായാലും കൈയും കാലെല്ലാം ഒന്ന് കഴുകി അവൻ നേരെ ടേബിളിൽ പോയിട്ട് അവിടുന്ന് ഒരു ചാവി എടുക്കുകയാണ്. കാറിന്റെ ചാവിയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ലെറ്റർ ആ വാതിൽ അവൻ എഴുതി വെക്കുന്നുണ്ട്. മൈ നെയിം ഈസ് ജോൺ, ഇനി എങ്ങാനും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാർ തിരിച്ചു കൊണ്ടുവന്ന് തരും എന്നൊരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടാണ് ജോൺ ഇപ്പൊ ഈ ഒരു കാർ എടുത്തുകൊണ്ട് പോകുന്നത്. നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ആലിസന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവളുടെ അച്ഛനുണ്ടായിരുന്നു അവിടെ, എന്നാൽ അവളില്ലായിരുന്നു, മകനും ഇല്ലായിരുന്നു. എന്താ പറ്റിയ, അവൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, അവള് വന്നിട്ടില്ലേ. ഇപ്പൊ ഈ ഒരു ആലിസന്റെ അച്ഛന്റെ പേര് ഹെൻറി എന്നാണ്. ഹെൻറി ചോദിക്കുകയാണ് സത്യം പറയടാ, നീ എന്റെ മോളുമായിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നുമില്ല, അവൾ ഇങ്ങോട്ടേക്ക് വരും എന്നെനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, കുറച്ച് മുന്നേ ഇവിടെ ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്താ അവൾ ഇങ്ങോട്ടേക്ക് എത്താത്തത്? വേഗം തന്നെ ജോണ് അലിസന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഇപ്പൊ കോള് പോകുന്നില്ല. ഈ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ അലിസൺ നിൽക്കുന്ന ഭാഗത്തോ സിഗ്നൽ ഇല്ലാതെ തോന്നുന്നു. ഇതൊക്കെ കൂടി ആയപ്പോൾ ജോൺ ആകെ ഭ്രാന്ത് ഇളകുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ഹെൻറി ചോദിക്കുന്നുണ്ട് സത്യം പറയടാ, മോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും ജോണ് ഈ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്, ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് സ്വന്തം മകളായിട്ടുള്ള അലിസൺ അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് ഈ ഒരു ജോൺ രണ്ടുപേർക്കിടയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഈ ഹെൻറിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ആ ഒരു പ്രശ്നമൊന്നുമല്ല ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ നിലവിൽ വേറെ പ്രശ്നങ്ങളായിരുന്നു. അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു വൃദ്ധന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് ഒരു കോള് വരികയാണ്. വിളിച്ചത് മറ്റാരുമല്ല, നമ്മുടെ അലിസൺ ആയിരുന്നു. കുറച്ച് അകലെ നിന്നുകൊണ്ട് ലാൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ കോള് കണക്ട് ആയിട്ടുണ്ട്. സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അലിസൺ ഇപ്പോൾ ആ ഒരു മിലിറ്ററിയുടെ ബസ്സിൽ വന്നില്ലേ, അവര് കുറച്ച് അകലെയാണ് ഇറക്കി വിട്ടത്, അങ്ങോട്ടേക്കൊന്ന് വരുമെന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇപ്പൊ ഈ ഹെൻറി നേരെ അവരെ കൂട്ടാൻ വേണ്ടി ചെല്ലാണ്. അവസാനം അവരെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും ജോണിന് അവന്റെ ഭാര്യയും മകനെയും വീണ്ടും കാണാൻ കഴിഞ്ഞു കേട്ടോ. അലിസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ നേതന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഇൻസുലിൻ ഇപ്പൊ ഇവരുടെ കയ്യിലില്ല. എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയാണ് അത് പേടിക്കണ്ട, ഞാൻ വാഹനത്തിലേക്ക് പോയിട്ട് അത് അപ്പൊ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിൽ മരുന്നുണ്ട്. സോ മോന്റെ കാര്യത്തിൽ ഇനി ടെൻഷനില്ല. അതുപോലെ തന്നെ ഇവര് മറ്റൊരു വാർത്ത കൂടെ കാണുകയാണ്. നാളെ രാവിലെ ഏകദേശം 8:45 ആ ഒരു കോമറ്റിന്റെ പ്രധാന ഭാഗം ഭൂമിയിലേക്ക് വന്ന് പതിക്കും. ഇതിനുശേഷം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ജീവന് പോലും ജീവിക്കാൻ കഴിയില്ല. സോ ഇത് ഭൂമിയുടെ അവസാനമാണ്. പിന്നീടുള്ള ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യരുടെ സർവൈവലിന് നല്ല സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ തന്നെ ഗ്രീൻലാൻഡിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്തായിട്ട് ഒരു 5ഓളം ബങ്കറുകളുണ്ട്. പറ്റുന്ന ആൾക്കാര് പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക, അല്ലാതെ പുറമേ നിന്നുള്ള സഹായമൊന്നും കിട്ടില്ല, നിങ്ങളുടെ ആ ഒരു മിടുക്കനുസരിച്ച് അങ്ങോട്ടേക്ക് പോവുക. ആ രീതിയിലാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഒരു വലിയ കോൾഡ് വാർ ഉണ്ടായല്ലോ, ആ സമയത്ത് കിട്ടിയതാണ് ഈ ബങ്കറുകളെല്ലാം. ന്യൂക്ലിയർ അറ്റാക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അന്ന് ഉണ്ടാക്കിയതാണ്. അതെന്തായാലും ഇപ്പൊ ഉപകാരപ്പെടാൻ പോവാണ്. മാത്രമല്ല ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ ഓക്സിജൻ സപ്ലൈ, വാട്ടർ, ഫുഡ്, കുറച്ചധികം ദിവസത്തേക്ക് കുറെ അധികം മനുഷ്യർക്ക് നിൽക്കാനുള്ള എല്ലാത്തരം ഫെസിലിറ്റീസും അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല മണ്ണ് ഉപയോഗിക്കാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന പല രീതികളും, വെള്ളം ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ ഹൈഡ്രോഫോണിക് ടെക്നോളജിയൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള പല കാര്യങ്ങളും ഈ ബങ്കറിന്റെ ഉള്ളിൽ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ജോണിന് അവനെ ഹെൽപ്പ് ചെയ്ത ആ ഒരു പയ്യന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഈ പാലിസിനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, അവൻ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും കുറച്ച് അകലായിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മിലിറ്ററി അല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ ഒരു ഫ്ലൈറ്റുമായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. അത് മിലിറ്ററിക്കാരല്ല, സാധാരണക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരൊക്കെയോ ചെയ്യുന്ന പരിപാടിയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ വെച്ച് ആരും നമ്മളെ മകനെ എന്താ പറയാ റിജക്ട് ചെയ്യില്ല. സോ ഇവരിങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ജോണിനോട് ഹെൻറി പറയാണ്, മക്കളെ എനിക്കറിയാം നിങ്ങളുടെ ഫാമിലി ലൈഫ് അത്ര നല്ല രീതിയിലല്ല മുന്നോട്ടേക്ക് പോയത്. എന്നിരുന്നാലും ജോണെ, എന്റെ
മകൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരുത്തിയുടെ കൂടെ പോയിട്ട് കെടുക്കാന് നിനക്ക് എങ്ങനെ തോന്നിയടാ? ഈ സമയത്ത് ജോണ് പറയാണ്, അച്ഛാ ഞാൻ ചെയ്തത് തെറ്റാണ്, ശരിയാണ്, എനിക്കതറിയാം. പക്ഷേ ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും ഈ ചെയ്യുന്നതൊക്കെയും ഒരു പ്രായശ്ചിത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു മാപ്പ് പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വേഗം ഇറങ്ങ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അലിസനും പറയുന്നുണ്ട്, അച്ഛാ വാ നമുക്ക് പോവാന്ന്. ഇതേ സമയത്ത് തന്നെ ഹെൻറി പറയാണ്, മോളെ ഞാനില്ല, എനിക്കൊരുപാട് പ്രായമായില്ലേ, ഇനി എങ്ങോട്ടാ മോളെ, മതിയടോ, നിങ്ങൾ പോയിട്ട് രക്ഷപ്പെട്ടിട്ട് വാ. അതുപോലെ തന്നെ എന്റെ മേരി മരിച്ച സ്ഥലം ഇതല്ലേ, ഞാൻ ഇവിടെ കിടന്ന് തന്നെ മരിച്ചോളാം. ഇപ്പൊ തന്നെ ഈ കോമറ്റിന്റെ ഏതൊരു വലിയ പീസ് വന്നിട്ട് ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഒന്ന് വീണിട്ടുണ്ട്. സോ അതിന്റെ ആ ഒരു ഭൂമി കുലുക്കം ഇവർക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ ജോണ് പറയാണ്, ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാന്ന്. സോ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവർ പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജോണിന്റെ അടുത്തേക്ക് നമ്മുടെ ഹെൻറി വരികയാണ്. എന്നിട്ട് ഒരു ഗണ്ണ് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ചെറുക്ക എന്റെ മോളെ നോക്കിക്കോണേ, പറയേണ്ട ആവശ്യമില്ല, നീ അവളെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹെൻറിയെ നോക്കിയിട്ട് നമ്മുടെ നേതൻ ചോദിക്കുകയാണ്, അപ്പൂപ്പൻ വരുന്നില്ലേ, ഇനി എന്നാ എനിക്ക് എന്റെ അപ്പൂപ്പനെ കാണാൻ കഴിയുക? ഇതേ സമയത്ത് തന്നെ ഹെൻറി പറയാണ്, മോനെ അതിനൊക്കെ സമയമുണ്ട്, നമ്മൾ വീണ്ടും കാണും. ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാം ഓക്കെ ആയിട്ട് മോന്റെ അപ്പൂപ്പൻ നേരെ അങ്ങോട്ടേക്ക് വരും, നോർത്ത് സൈഡിലേക്ക്. അവിടെയാണല്ലോ നമ്മുടെ സാന്റാക്ലോസ് ഉള്ളത്. എനിക്ക് അവനോട് 2 വർത്താനം പറയാണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മുടെ വീട് ആകെ അലമ്പാക്കിയിട്ട് പോയില്ലേ, എന്തായാലും മോനൊന്ന് ചോദിച്ചോട്ടോ. അപ്പൂപ്പൻ വന്നിട്ട് അവനൊന്ന് നേരിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരു അവസാനം അത് വന്നു കഴിഞ്ഞു എന്ന് ഈ മനുഷ്യന് മനസ്സിലായി. എന്നാലും ആ അവസാന നിമിഷം തന്റെ പേരക്കുട്ടിയെ ഒന്ന് ഹാപ്പി ആക്കിയതാണ്. മാത്രമല്ല പോകാനായപ്പോ ഹെൻറി ഇപ്പൊ നേരെ മകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഐ ലവ് യു മൈ സൺഫ്ലവർ. ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ തന്റെ മകളോട് എപ്പോഴും പറയാനുള്ള ആ ഒരു വാക്കാണ്. എന്തായാലും അവസാനമായിട്ട് അവളോട് അത് പറഞ്ഞു. ഒരുപാട് വിഷമമുണ്ടെങ്കിലും അവളുടെ അച്ഛൻ അവിടെ ഇട്ടുകൊണ്ട് നമ്മുടെ അലിസനും ജോണും നേതനും ഇവിടുന്ന് പോവാണ്. പോകുന്ന വഴിയിൽ പലതരം ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ അവർ കാണുന്നുണ്ട്. കൂടുതലായിട്ട് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ കോമറ്റിന്റെ പീസുകൾ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇതിന്റെ പരിണിത ഫലമായിട്ട് ഡാർക്ക് ആയിട്ടുള്ള പുകകൾ അന്തരീക്ഷം നിറയെ നിറഞ്ഞിരിക്കുകയാണ്. ഭയമാണ്, ചുറ്റും നോക്കുമ്പോൾ ആൾക്കാരുടെ നിലവിളിയാണ്, ഭയമാണ് എല്ലാവരുടെയും ഉള്ളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള ആ ഒരേ ഒരു വഴി നോക്കിയിട്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ നമ്മുടെ നേതം പറയുന്നുണ്ട്, അച്ഛൻ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും മരിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സന്തോഷമുള്ള ആ ഒരു മൊമെന്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നേതൻ അവന്റെ ആ ഒരു ചെറിയ ബുദ്ധി വെച്ച് പറഞ്ഞതാണ്. ഈ സമയത്ത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ടെൻഷനിലാണ്. എന്തായാലും ഇതൊന്നും വലിയ കാര്യമാക്കാതെ ജോണ് വണ്ടി മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോവാണ്. മാത്രമല്ല ആൾക്കാർ എവിടെയെങ്കിലും ഒരു ബങ്കർ ഉണ്ടോ, ബങ്കർ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കാം, ജീവൻ രക്ഷപ്പെടുത്താനുള്ള ആ ഒരു തന്ത്രപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ, ഇനി വെറും ഒരു 14 മണിക്കൂറിന്റെ താഴെയുള്ള ആ ഒരു വലിയ കോമറ്റ് അത് വന്ന് ഭൂമിയിലേക്ക് ഇടിക്കാനായിട്ട് ഈ കോമറ്റിന്റെ ചെറിയ ചെറിയ പീസുകൾ വന്ന് വീണിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇത്രയും നേരം കൊണ്ട് ഭൂമിയിൽ ഉണ്ടായത്. അപ്പൊ പിന്നെ ആ ഒരു സാധനം വന്ന് ഭൂമിയിൽ ഇടിച്ചാല് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇവര് മുന്നോട്ടേക്ക് തന്നെ പോകുന്ന വഴിയിൽ റേഡിയോയിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പല മനുഷ്യരും അവരുടെ ആ ഒരു മരണത്തെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ അവർക്ക് മനസ്സിലായി. സോ അവരുടെ ആ ഒരു അവസാനത്തെ നിമിഷം ഉണ്ടല്ലോ, അത് സന്തോഷത്തോടു കൂടി പാട്ടും പാടി ഓരോ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിച്ചുകൊണ്ട് അത് റേഡിയോയിലൂടെ അവരിങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ആലിസൺ ജോണിനോട് ക്ഷമ പറയാണ്, ജോണെ നമ്മുടെ റിലേഷൻ ഇത്രത്തോളം വഷളാവാൻ കാരണം ഞാൻ തന്നെയാണ്, ഞാനായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കേണ്ടിയിരുന്നത്, എന്നോട് നീ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ജോണ് പറയാണ്, അല്ല ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ച് നിൽക്കണ്ടേ, കൂടെ നിൽക്കണ്ടേ, ഞാനത് ചെയ്തില്ലല്ലോ. സോ ഞാനാണ് നിന്നോട് ക്ഷമ പറയേണ്ടത്, ക്ഷമിക്കണമെന്ന് അവളോട് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു കുറ്റങ്ങൾ സമ്മതിക്കുകയാണ്. ഇനി എങ്ങോട്ടേക്കാണ് ഈ ഈഗോ വാശി ഇതെല്ലാം വെച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത്? ഇനി എത്ര നേരം ജീവിച്ചിരിക്കുന്ന പോലും രണ്ടുപേർക്കും അറിയില്ല. പിന്നീട് ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ റേഡിയോയിലൂടെ വീണ്ടും വാർത്തകൾ കേൾക്കുകയാണ്. ടോക്കിയോ ആ ഒരു നഗരം മുഴുവനായിട്ട് ഇല്ലാതായിരിക്കുകയാണ്. അവിടെ വലിയൊരു കോമറ്റിന്റെ കഷ്ണം വന്ന് വീണ് അവിടുത്തെ ജനങ്ങളൊക്കെ ഏകദേശം മരിച്ചു തീർന്നു. പിന്നീട് അമേരിക്കയുടെ സയന്റിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും ഒരുപാട് വാർണിംഗുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി തുരുതുരേന്ന് പറഞ്ഞിട്ടായിരിക്കും കോമറ്റ്സിന്റെ ഓരോ പീസുകൾ വീഴാൻ തുടങ്ങുക. കാരണം കോമറ്റ് ഏകദേശം അടുത്തെത്താനായി. അപ്പൊ ഇത്രയും നേരം കുറച്ച് പീസുകളെ വീഴുന്നെങ്കിൽ ഇനി അങ്ങോട്ട് മഴ പോലെയായിരിക്കും കോമറ്റിന്റെ ഓരോ കഷ്ണങ്ങൾ വീഴാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ ജോണും ആലിസണും നേതനും നേരിട്ട് കാണുകയാണ്. ഇവർ നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് ബുള്ളറ്റ് പോലെ ഓരോ കഷ്ണങ്ങൾ വന്ന് ഓരോ കാറിന്റെ മുകളിൽ വീഴുകയാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ഗണ്ണ് വെച്ച് ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് ഒന്ന് ഫയർ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതിനേക്കാൾ ഫോഴ്സിലാണ് ഓരോ കോമറ്റിന്റെ പീസുകൾ വന്നിട്ട് കാറിന്റെ മുകളിൽ അതിന്റെ ആ ഒരു ബോണറ്റുമേ എല്ലാം വീഴുന്നത്. കാറുകളൊക്കെ ആകെ സ്റ്റെക്കായി പോവാണ്, ഒന്നിനും മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അതുപോലെ ജോണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരമാവധി ഡൈവേർട്ട് എടുത്തെടുത്ത് പോകുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ പോയാൽ എന്തായാലും ഏതെങ്കിലും ഒരു കോമറ്റ് ഇവരുടെ തലയിൽ വീഴുന്നവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും നേരെ ഒരു പാലത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഇവർ ചില കാഴ്ചകൾ നേരിട്ട് കാണുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാറിന്റെ മുകളിലേക്ക് ബുള്ളറ്റ് പോലെ വന്ന് വീഴുകയാണ് ഇതുപോലെയുള്ള കോമറ്റ്സിന്റെ ആ ഒരു ചെറിയ പീസുകൾ. സോ ഇവർ നോക്കി നിൽക്കെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്ന ഒരാളുടെ കാറിന് മുഴുവനായിട്ടും തീ പിടിക്കുകയാണ്. ഈ മനുഷ്യൻ അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ ജോൺ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ പോയിട്ട് രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ജോണിന്റെ കൈ നന്നായിട്ടൊന്ന് പൊള്ളി പോകുന്നുണ്ട്. സോ നന്നായിട്ട് തന്നെ ഒരു തുണി വെച്ച് അത് കവർ ചെയ്യാണ് ഇപ്പോൾ. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞു, ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ഒരു 7-8 മണിക്കൂർ മാത്രം ആ ഒരു കോമറ്റ് വന്ന് ഭൂമിയിലേക്ക് ഇടിക്കാനായിട്ട്. അപ്പൊ ആ ഒരു കോമറ്റിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ റേഡിയോയിലൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 9 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ പാറക്കഷ്ണം, ഇതാണ് ആ ഒരു
കോമറ്റ്. അതിന്റെ ഉള്ളിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഏതൊക്കെയോ ഗ്യാസുകളുണ്ട്. ഇത് വന്ന് ഇടിക്കുമ്പോൾ ഇടിക്കുന്ന ആ ഒരു ഫോഴ്സ്, ആ ഒരു ഗ്യാസിന്റെ എനർജി എല്ലാം കൂടി ആയിട്ട് ഭൂമി ഒരു പരുവാകും. ഭൂമിയുടെ പ്രതലം മുഴുവൻ ഇല്ലാതെയാകും. അതായത് ഒരുപാട് 65 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ വലിയൊരു കോമറ്റ് ഇതുപോലെ വന്ന് വീണല്ലോ. അന്ന് ഡൈനോസേഴ്സ് മുഴുവൻ ഇല്ലാതായില്ലേ. എന്നാൽ അന്ന് വീണ ആ ഒരു കോമറ്റിനേക്കാളും എത്രയോ വലുപ്പമുണ്ട് ഈ ഒരു കോമറ്റിന്. സോ ഈ ഒരു കോമറ്റിന് വന്ന് പതിക്കാൻ പോകുന്നത് യൂറോപ്പിലാണ്. ആദ്യം തന്നെ സെക്കൻഡുകൾ കൊണ്ട് യൂറോപ്പ് മുഴുവനായിട്ട് നശിച്ചു പോകും. ഇതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് ഏകദേശം 1000ഓളം അടി ഉയരത്തില് തിരമാലകൾ പൊന്തും. ഒരു വലിയ ഭീകര സുനാമി ഉണ്ടാവും. പിന്നീട് ഭൂമിയിലുള്ള ടെമ്പറേച്ചർ ഏകദേശം 900 ഡിഗ്രിയോളം വരും. ഇത് ഒരു ശബ്ദത്തെക്കാൾ വേഗത്തിൽ ഭൂമിയിൽ പടർന്നു പിടിക്കും ആ ഒരു ടെമ്പറേച്ചർ. പിന്നീട് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഭൂമിയിലുള്ള ഓരോ ഭൂഖണ്ഡങ്ങളും നശിക്കാൻ തുടങ്ങും. മലകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അഗ്നിപർവ്വതങ്ങൾ തനിയെ പൊട്ടാൻ ആരംഭിക്കും. വലിയ വലിയ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കവും സംഭവിക്കും. ഭൂമി രണ്ടായിട്ട് പിളരാൻ തുടങ്ങും പല ഭാഗത്തും. പിന്നീട് ഭൂമിയിൽ നിറയെ വിഷവാതകങ്ങൾ പരക്കാൻ തുടങ്ങും. പിന്നീട് അധിക നാൾ വേണ്ടിവരില്ല. ഭൂമിയിൽ ഒരു ജീവൻ പോലും ബാക്കിയില്ലാതെ ആ ഒരു വിഷവാതകം എല്ലാത്തിനെയും തുടച്ചു നീക്കുകയും. ഈ കാര്യങ്ങളൊക്കെ റേഡിയോയിലൂടെ ജോൺ ഇങ്ങനെ കേൾക്കുകയാണ്. പെട്ടെന്ന് അതവന് ഓഫാക്കുന്നുണ്ട്. കാരണം എന്താ, വരാനിരിക്കുന്ന ആ ഒരു നരകത്തെ അതിങ്ങനെ കേട്ടോണ്ടിരുന്ന മനുഷ്യന്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും. എന്തായാലും റേഡിയോ ഓഫാക്കുകയാണ്. നേരെ ആ ഒരു എന്താ പറയാ മിലിറ്ററിക്കാരല്ലാത്ത ആൾക്കാർ ഇവിടുന്ന് പോകുന്ന ആ ഒരു എയർപ്ലെയിൻ ഉണ്ടല്ലോ, ആ ലൊക്കേഷനിലേക്കാണ് ഇവർ പോകുന്നത്. മാത്രമല്ല നേരം വെളുക്കാനായിട്ടുണ്ട്. നേരം വെളുത്ത് 8:45 ആകുമ്പോഴേക്കും അത് വന്ന് ഭൂമിയിൽ ഇടിക്കും. പിന്നെ ഒരു രക്ഷയില്ല. ആകാശത്തിലൂടെ പറക്കുന്ന ഫ്ലൈറ്റുകൾ അടക്കം തകർന്നു വീണു പോകും. ഇവർ നേരെ ഇപ്പൊ ആ ഒരു റൺവേയിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇവർ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, ഓൾറെഡി ആ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ അത് ടേക്ക് ഓഫ് ആവാനായിട്ട് റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നിലേക്ക് നമ്മുടെ ജോൺ അവന്റെ ഒരു വാഹനം കൊണ്ടുപോയി നിർത്തുകയാണ്. അതിനിപ്പോ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ അതിന്റെ ഉള്ളിൽ ചില ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്. മര്യാദക്കെടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ ജോൺ ഇല്ലാന്ന് പറയാണ്. എന്റെ ഭാര്യയും മകളെയും നിങ്ങൾ കൂടെ കൊണ്ടുപോകണം, അവരെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല. ഓൾറെഡി വിമാനത്തിൽ വെയിറ്റ് കുറച്ചധികമാണ്. ഇതൊക്കെ പറയുമ്പോൾ ജോൺ അവരുടെ കാല് പിടിച്ച് പറയുന്ന പോലെ പറയാണ്, ദയവ് ചെയ്തിട്ട് എന്റെ ഭാര്യയും മകനെയും ദയവ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ അതിന് സമ്മതിക്കുകയാണ്. പക്ഷെ ആലിസൺ അതിന് സമ്മതിക്കുന്നില്ല. അവള് പറയാണ് എന്റെ ഭർത്താവിനെ കൂടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. അങ്ങനെ കാല് പിടിച്ച് അവസാനം ഇവരത് സമ്മതിക്കുകയാണ്. പക്ഷെ ഇവർ കൊണ്ടുവന്ന ഒരു ലഗേജും കയറ്റാൻ പാടില്ല എന്ന് പറയാണ്. എന്തായാലും നേതന്റെ മരുന്നൊഴികെ ബാക്കിയെല്ലാം അവിടെ ഇട്ടുകൊണ്ട് ഇവർ ആ ഒരു എയറോപ്ലെയിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. മാത്രമല്ല ഈ വരുന്ന വഴിക്ക് ഇവർക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിന്റെ ഉള്ളിൽ ചെറിയൊരു മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു. അവർ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. പതിയെ ഇത് നേരെ ഗ്രീൻലാൻഡിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം പതിയെ വന്നു തുടങ്ങി. നേരം വെളുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് അധികം വൈകാതെ 1-2 മണിക്കൂറിനുള്ളിൽ ആ ഒരു കോമറ്റ് വന്ന് ഭൂമിയിൽ ഇടിക്കുന്നതാണ്. എന്തായാലും ഇവർ ആ ഒരു ഗ്രീൻലാൻഡിന്റെ മുകളിലൂടെ അങ്ങനെ ഫ്ലൈറ്റിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് ആ ഒരു ഭൂമിയെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. കാരണം ഏറ്റവും കുറവ് മനുഷ്യന്റെ ആക്ടിവിറ്റികൾ നടന്നൊരു സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻലാൻഡ് പറയാം. അപ്പൊ അതിന്റെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇവർ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കോമറ്റ് വന്നിട്ട് ഒരു അറ്റടി അടിക്കുകയാണ് അവിടെ. അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇളകി മറിയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്ക് വേവ് തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു ഫ്ലൈറ്റിന്റെ കൺട്രോൾ തന്നെ നഷ്ടമാകുകയാണ്. പിന്നീട് അധികം വൈകില്ല, ഫ്ലൈറ്റ് നേരെ ക്രാഷ് ലാൻഡ് ആകാൻ വേണ്ടി പോണ്. എന്നാൽ പൈലറ്റ് പരമാവധി ഇതിൽ ആൾക്കാർ മരണപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു സേഫ് ആയിട്ടുള്ള ക്രാഷ് ലാൻഡിങ്ങിന് പ്ലാൻ ചെയ്യാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഈ ഒരു പ്ലെയിനെ നല്ല രീതിയിലല്ല ഒരു ക്രാഷ് രീതിയിൽ തന്നെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യുകയാണ്. എന്നാൽ ഇത് പൊട്ടിച്ചിതറിയിട്ടൊന്നുമില്ല. ആളുകൾ വേഗം തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോൺ നേരെ ചെല്ലുന്നത് പൈലറ്റിന്റെ അടുത്തേക്കാണ്. അവരോട് വാ നമുക്ക് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അവർ പറയാണ് വേണ്ട, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ 2 പൈലറ്റുമാരും ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇവർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ പൈലറ്റ് പറയാണ് ഇവർക്കൊരു സന്ദേശം ലഭിച്ചു. അതായത് ആ ഒരു വലിയ കോമറ്റ് ക്ലർക്ക് അത് ഓൾറെഡി നമ്മുടെ ഭൂമിയുടെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അധികം നേരില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു പോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോണിന് പറഞ്ഞേക്കാണ്. എന്തായാലും ജോൺ ഇപ്പോൾ ഭാര്യയും മകനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് വെള്ള കളറുള്ള പൊടികൾ ഇങ്ങനെ ഇവരുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. ഇതെന്താണെന്ന് നേതൻ ചോദിച്ചപ്പോൾ ഇത് മഞ്ഞാണോ എന്ന് അലിസനും ചോദിക്കുന്നുണ്ട്. എന്നാൽ ജോണ് പറയാണ് ഇത് മഞ്ഞുമല്ല മറ്റൊന്നുമല്ല, ഇത് ചാരമാണ്, ചാരം. നേരത്തെ ഒരു കോമറ്റ് വന്ന് ഇടിച്ചില്ലേ, അതായത് കോമറ്റിന്റെ വലിയൊരു പീസ്, അതിലൂടെ ഉണ്ടായിരുന്ന ആ ഒരു തീയിലുണ്ടായ ചാരാണിത്. എന്തായാലും ഗ്രീൻലാൻഡിൽ ഇറങ്ങിയതിനു ശേഷം ഇവർ മുന്നോട്ടേക്ക് തന്നെ, എന്നാൽ വ്യക്തമായിട്ട് ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഇവർക്ക് അറിയില്ല. എന്ന് ഇവരുടെ ഭാഗ്യത്തിന് അതിലൂടെ ഒരു മിലിറ്ററി ബസ് പോവാണ്. അതിൽ ഇവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നേരെ ആ ഒരു ബസ് അല്ലെങ്കിൽ ആ ഒരു ട്രക്ക് പോകുന്നത് ക്യാമ്പിലേക്കാണ്. അതിന്റെ താഴെയാണ് അന്ന് ന്യൂക്ലിയർ വാർ ഉണ്ടാവും എന്ന് കരുതിയിട്ട് പല രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബങ്കർ ഉള്ളത്. സോ അത് അത്രയും സേഫ് ആയിരിക്കും. ഒരു ന്യൂക്ലിയർ വാറിനെ തന്നെ തടുക്കാൻ ശേഷിയുള്ള ബങ്കർ എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കും അത്. മാത്രമല്ല ഇവരിപ്പോൾ ആ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കോമറ്റിനെ ഇവർ നേരിട്ട് കാണുകയാണ്. ശരിക്കും കാലനടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ അത്രയും ഭീകരമായിട്ടുള്ള അത്രയും സൈസ് ഉള്ള വലിയൊരു പാറക്കഷ്ണം. ആ പാറക്കഷ്ണം ഒരു തീക്കട്ട പോലെ ആയിട്ട് ഭൂമിയിലേക്ക് ഇനി പതിക്കാൻ വേണ്ടി പോവാണ്. സെക്കൻഡുകൾ മാത്രം. എന്നാൽ അപ്പോഴേക്കും ജോണും അവന്റെ കൂടെ വന്ന എല്ലാ ആൾക്കാരും ആ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. മാത്രമല്ല അത് ശക്തമായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും സേഫ് ആയിട്ട് എവിടെയെങ്കിലും പിടിച്ചിരിക്കാൻ വേണ്ടി പറയാണ്. കാരണം ആ ഒരു വലിയ കോമറ്റിന്റെ ഏറ്റവും വലിയ പീസ് ഇതാണ് പ്രധാനമായത്. ഇത് വന്ന് ഇടിച്ചില്ലേ, ഇതിന്റെ ആ ഒരു ഷോക്ക് വേവ് അതിശക്തമായിരിക്കും. അതായത് യൂറോപ്പിലെ വീണത്
വീണത്. ഇവരിപ്പോൾ ഉള്ളത് ഗ്രീൻലാൻഡിലാണ്. അപ്പോൾ ആ വീണതിന്റെ ആ ഒരു പവർ കാരണമുള്ള ഷോക്ക് വേവ് ഉണ്ടല്ലോ, ഒരൊറ്റ മിനിറ്റ് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത് എത്ര പവർഫുൾ ആയിരിക്കും. എന്തായാലും ഇവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഷോക്ക് വേവ് വരികയാണ്. ഇവരുടെ ഈ ഒരു ബങ്കർ തന്നെ കിടന്ന് ഇളകാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ പേടിച്ചു പോയ നെതൻ ചോദിക്കുകയാണ്, അച്ഛാ നമ്മളെല്ലാം മരിക്കാൻ പോവല്ലേ? മരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്ന എന്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്താ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തത്? ഇപ്പൊ ജോണ് ഭാര്യയും മകനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്ന് ഈ സമയത്ത് ജോൺ ആ പറഞ്ഞ കാര്യം കാണുന്നുണ്ട്. അവനൊരു കുട്ടിയല്ലല്ലോ. മരണം എന്തായാലും, അതായത് ബങ്കറും അത്ര സുരക്ഷിതമല്ല എന്ന് അവന് മനസ്സിലായി. ഏകദേശം മരണം കൺമുന്നിൽ കണ്ട അവസ്ഥ തന്നെ. ആ ഒരു സെക്കൻഡിൽ അവന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഏറ്റവും സന്തോഷമുള്ള ആ ഒരു മൊമെന്റ്സ് അവന്റെ ആ ഒരു മൈൻഡിലൂടെ പോവുകയാണ്. എന്തായാലും മകന്റെ കൂട്ടുകാരൻ മകനോട് പറഞ്ഞ ആ ഒരു കാര്യം അത് സത്യമാണെന്ന് ജോണിനും ഭാര്യയ്ക്കും മനസ്സിലായി. എന്തായാലും കോമറ്റ് വന്ന് പതിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഭൂമിയിൽ മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ വസ്തുക്കളും നശിച്ച് മണ്ണോടടിയാണ്. ഭൂമി മുഴുവനായിട്ടും പുക, അതുപോലെ തന്നെ വിഷവാതകം ഇതെല്ലാം പടർന്നു പിടിക്കുകയാണ്. അന്ന് ആ കോമറ്റ് വന്ന് വീണ സമയത്ത് എത്രയോ ജീവനുകൾ ഇല്ലാതായി. അതിൽ നിന്നും സർവൈവ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ജീവൻ എങ്ങനെ നശിക്കുന്നല്ലേ? അതിനുശേഷം ഉണ്ടായിരുന്ന ഈ വലിയ പുക, അതിനുശേഷം ഉണ്ടായിരുന്ന ആ ഒരു വിഷവാതകം, ഇതെല്ലാം കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ജീവൻ പോലും ബാക്കിയില്ലാതെ എല്ലാം നശിച്ചു പോവാണ്. അങ്ങനെ ഇപ്പൊ ഏകദേശം 9 മാസം കഴിഞ്ഞു. ബങ്കറിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഇവരെല്ലാവരും ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. ഇപ്പൊ ഭൂമിയിൽ ശക്തമായിട്ടുള്ള ആ ഒരു കറുത്ത പുകയില്ല, വിഷവാതകയില്ല, പാറി പറന്നു നടക്കുന്ന ചാരത്തിന്റെ കൂട്ടമില്ല. അതുപോലെ തന്നെ ഭൂമിയിൽ ആ ഒരു ഇരുട്ട് അത് പതിയെ പതിയെ മാറി വന്നിട്ടുണ്ട്. സൂര്യപ്രകാശം ഏകദേശം ഇങ്ങോട്ടേക്ക് കാണാനായിട്ടുമുണ്ട്. അതിനിടയിലൂടെ വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ച ഇവർ കാണുകയാണ്. 2 പക്ഷികൾ, കുരുവികളാണ്. ഇവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിപ്പാറി നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇനി ഇവർക്ക് ജീവിക്കാലോ. ഇനി തുടങ്ങാൻ പോകുന്നത് മനുഷ്യരുടെ മറ്റൊരു യുഗമാണ്, പുതിയൊരു ജീവിതം. എന്നാൽ ഈ ഒരു ബങ്കറിൽ മാത്രമല്ല മനുഷ്യർ രക്ഷപ്പെട്ട് ജീവിക്കുന്നത്. വേറെയും ഒരുപാട് ബങ്കറുകൾ, എന്തിനു പറയുന്നു, നമ്മുടെ ഇന്ത്യയിൽ, ചൈനയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിന്റെ ചില ഭാഗത്ത്, അതുപോലെ തന്നെ അമേരിക്കയിൽ, കാനഡയിൽ പല ഭാഗത്തായിട്ട് പല ബങ്കറുകൾ ഉണ്ടായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ട ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി തുടങ്ങാൻ പോകുന്നത് മനുഷ്യരുടെ മറ്റൊരു യുഗമാണ്, മനുഷ്യന്റെ പുതിയൊരു ജീവിതമാണ്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.